മനസ്സിലാവാൻ നോക്കി. ഈ 80 അച്ഛന്മാരും എനിക്ക് കേട്ടോ. പ്രശ്നമാണ് ഒരാളോടല്ല നമ്മൾ ഈ പറയണത്, ഈ പറഞ്ഞത് 80 പേരോടാണ് ഇല്ലേ. ഈ 80 പേരും എന്നോട് ക്ഷമിച്ചാൽ മാത്രമേ എനിക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്തോ ഒരു ശക്തി എനിക്ക് കിട്ടിയേ. അപ്പോൾ നമ്മൾ ആരെയും വിധിക്കരുത് എന്നതാണ് ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ആരെയും വിധിക്കരുത്. അപ്പോൾ അതാണ് ഫരിസേയ നീതിയുടെ ഒപ്പോസിഷൻ എന്ന് പറയുന്നത്. ഫരിസേയ നീതി എല്ലാം വിധിക്കുകയാണ്, അപ്പം തന്നെ അവർ വിധിക്കുകയാണ്, അപ്പം തന്നെ അവർ ശിക്ഷിക്കുകയാണ്. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ്. നമ്മൾ നോക്കിയേ, നമ്മൾ വീട്ടിലായാലും കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഉടനെ ഇതേ വടിയെടുക്കും. ഞാനിപ്പോൾ 2 അടി തന്നാലേ ശരിയാവുള്ളൂ. കാരണം ഇങ്ങനെ നമ്മളെ പഠിപ്പിച്ചേക്കണോണ്ടാണ്. ഈ വടിയില്ലാതെ കുട്ടീനെ വളർത്താൻ പറ്റുമോ? അപ്പൊ ഇത് നമ്മുടെ അകത്ത് കിടക്കണതുകൊണ്ട് നമ്മൾ ഭാര്യയും ഭർത്താവായാൽ തന്നെയും ഒരു വാക്ക് കഴിഞ്ഞ് രണ്ടാമത്തെ വാക്ക് നല്ല അടി അടിക്കും. അതാണ് ഫരിസേയൻ, അതാണ് പഴയ നിയമം. അത് കിടക്കാണ്. അപ്പൊ ആള് ഇങ്ങനെ അടിക്കുമല്ലേ, അടിക്കോ ഒന്നൊന്ന് അടിച്ച കാണട്ടെ. അതാണ് ദുഷ്ടനെ എതിർക്കരുതെന്ന് പറഞ്ഞത്. എതിർത്താൽ ദുഷ്ടത വീണ്ടും കൂടും. പന്തടിക്കുന്ന മാതിരി അതങ്ങ് പൊങ്ങി വരും, ആളീ 10. പക്ഷെ അവിടെ ഒന്നും മിണ്ടാതിരിക്കാൻ ഒരു 30 സെക്കൻഡ്സ് മിണ്ടാതിരുന്നാൽ മതി, 1 മിനിറ്റ് പോലും വേണ്ട. കർത്താവേ, നിനക്കറിയാലോ, നീ കാണുന്നുണ്ടല്ലോ, നീ ഞങ്ങൾ 2 പേരിലുണ്ടല്ലോ, നീ സർവജ്ഞനായി. ഒന്ന് കർത്താവിനെ ഓർക്കുക. ഉടനെ ശിക്ഷ നടപ്പാക്കല്ലേ, ഉടനെ വിധിക്കല്ലേ. അതാണ് വിധിയും ശിക്ഷയും പടയെന്ന് കഴിയാണ് അവിടെ. അതാണ് ഈശോ 7-ാം അധ്യായത്തിൽ മത്തായി 5 മത്തായി 7 ആദ്യം തന്നെ പറയണത് എന്താ? വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്, നിങ്ങൾ വിധിക്കുന്ന വിധി കൊണ്ട് തന്നെ നിങ്ങളും വിധിക്കപ്പെടും. തുറന്ന് വായിക്കാം. അളന്ന് കിട്ടും. പിന്നെ അടുത്തത് കണ്ടോ, അതാണ് സഹോദരന്റെ കണ്ണിലെ കരട് കാണുന്നു, നമ്മുടെ കണ്ണില് തടിക്കഷ്ണം കാണുന്നില്ല. അപ്പോ ഇതാണ് ഫരിസേയ, നമ്മളിലുള്ള ഫരിസേയത്വം എന്ന് പറയുന്നത്. ഒന്ന്, നിയമം കണിശമായി പാലിച്ചാലേ നമ്മൾ വിശുദ്ധിയിലാവൂ എന്നുള്ള ഫരിസേയ സ്വഭാവം. 2, കാണുമ്പോൾ ഉടനെ വിധിക്കുകയും വിധിച്ച ഉടനെ ശിക്ഷിക്കുകയും ചെയ്യുന്നത്. ഇത് രണ്ടും ദൈവരാജ്യത്തിൻ്റെ അല്ല. ഇത് ദൈവരാജ്യത്തിൻ്റെ അല്ല, ഇത് ക്രിസ്തുവിൻ്റെ അല്ല. അതാണ് ക്രിസ്തുവിനെ കുറിച്ച് ഈശോ വന്നു. ഈശോ എല്ലാവരെയും പാപിയായിട്ടല്ലേ, എന്തോരം പാപികളാ, ഈശോ മാത്രമേ പാപമില്ലാത്തവനുള്ളൂ. എന്നാൽ ഈശോ ആരെയെങ്കിലും വിധിച്ചോ? ഈശോ ആരെയെങ്കിലും കുറ്റപ്പെടുത്തിയോ? ഈശോ എല്ലാവരെയും ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിച്ചു. ആയിരിക്കുന്നു, അതാണ് ക്രൈസ്റ്റ് ലൈക്ക്. ആയിരിക്കുന്ന അവസ്ഥയിൽ. ഇപ്പോൾ വെള്ളിരിക്കയും പാവയ്ക്കയും, പാവയ്ക്കയ്ക്ക് കയ്പുണ്ട്, ഇത് പാവയ്ക്കയുടെ കുറ്റമാണോ? അതാണ് ഈശോ പറയുന്നത്, അണലിപ്പാമ്പിൻ പൈതങ്ങളെ നിങ്ങൾ എപ്പിടി നന്മ ചെയ്യാൻ മുടിയും. ഇത് തമിഴിൽ പറയണതിന്റെ അർത്ഥം മനസ്സിലായോ? മലയാളത്തിലൊന്ന് പറഞ്ഞ്, അണലി സന്തതികളെ. കണ്ടോ, കേൾക്കുമ്പോൾ നമുക്ക് അത്ര സുഖം തോന്നുന്നുണ്ടോ? എന്നാൽ അതേ അർത്ഥം തന്നെയല്ലേ ഈ പറഞ്ഞത്, അണലി സന്തതികളെ എന്ന്. അതാണ് ട്രാൻസ്ലേഷനിലുള്ള പ്രശ്നമാണത്. അണലി സന്തതികളെ എന്ന് പറയുമ്പോൾ വളരെ വിമർശനാത്മകമായ ഒരു വാക്കുപോലെ തോന്നണില്ലേ? എന്നാൽ അതൊരു കാര്യത്തിന്റെ സത്യം പറയാണ്. അണലിപ്പാമ്പിൻ പൈതങ്ങളെ, നിങ്ങളുടെ ഉള്ളിൽ വിഷമുണ്ടായിരിക്കെ നിങ്ങൾക്ക് എങ്ങനെ നന്മ ചെയ്യാൻ പറ്റും? മനുഷ്യവംശത്തിന്റെ മുഴുവനും അവസ്ഥ അതല്ലേ. ഉത്ഭവപാപം മൂലം മനുഷ്യരിൽ പാപം നിലനിൽക്കെ
അവർക്ക് എങ്ങനെ നന്മ ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഫരിസേയർ അവരെന്തിനാ ശിക്ഷിക്കണേ? നിങ്ങളുടെ അകത്തും ഇതേ വിഷം തന്നെയല്ലേ? ഇതാണ് നമ്മളെല്ലാവരിലും. ഇതെങ്ങനെ ഈ വിഷം മാറ്റും? ഇത് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ കർത്താവ് ശമിച്ചുക വന്നിരിക്കുന്നത്. ഞാൻ ഈ വിഷം ഏറ്റെടുത്ത് ആ പാമ്പിന്റെ വിശപ്പല്ലെടുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ആ പാമ്പിനെ ദ്രോഹിക്കാൻ പറ്റുമോ? അതാണ് ക്രിസ്തീയത. അത് ആ അർത്ഥത്തിലാണ് നമ്മൾ അതിനെ കാണേണ്ടത്. അപ്പോ നമ്മൾ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നമ്മളും വിധിക്കപ്പെടുകയാണ്. ഇത് വലിയ ഒരു സിദ്ധാന്തമാണ്. അപ്പൊ ഇത്രയും കാര്യത്തിൽ നമ്മൾ 5:20 കാണണം. മത്തായി 5:20. മത്തായി 5:20 ഇപ്പൊ എന്താ പറയുന്നത്? നിങ്ങളുടെ നീതി ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതി യേശുവിന്റെ നീതിയും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇത് കുറെ പഠിക്കാനുണ്ട് കേട്ടോ. ഈ രീതിയിൽ ഒരു ദിവസം, എൻ്റെ ഒരു എളിയ അഭിപ്രായം ഇതാണ്, നമ്മൾ ഒരു ദിവസം ഈ നീതിയിൽ ജീവിക്കാൻ ശ്രമിക്കണം. ഒരു ദിവസം നമ്മൾ ശ്വാസം മുട്ടണമായിട്ട് തോന്നുന്ന പറഞ്ഞത്. കാരണം ഒരു ദിവസം ദൈവനീതിയിൽ ജീവിക്കാൻ, ഒരു ദിവസം ഫരിസേയ നീതി വിട്ടിട്ട്, അതായത് നമ്മൾ വീട്ടിൽ ആരെയും ജഡ്ജ് ചെയ്യാതെയും കുറ്റപ്പെടുത്താതെയും, സ്നേഹത്തിലും വാത്സല്യം എന്നുള്ള വാക്കാണ് വാത്സല്യം. ആ ദൈവത്തിന്റെ വാത്സല്യം, പിതാവിന്റെ വാത്സല്യത്തോടെ ഒരു പിതാവ് പെരുമാറുന്നു, മാതാവിന്റെ വാത്സല്യത്തോടെ മാതാവ് പെരുമാറണം. കുറ്റപ്പെടുത്തുകയോ വിമർശിക്കുകയോ കറക്ഷൻ ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ഒരു ദിവസം ഒന്ന് പാസ്സാവുമെന്ന് നോക്ക്. അങ്ങനെ 1 day at a time. ചിലവർ പറയാണ് ശ്വാസം മുട്ടണമായി തോന്നായിരുന്നു. എൻ്റെ ഒരു സഹോദരി പറയാണ്, ഞാൻ ഒന്നും ചെയ്യാണ്ട് അവളെയൊക്കെ സ്നേഹിച്ച് മക്കളെയൊക്കെ സ്നേഹിച്ചിരിക്കുമ്പോൾ ഞാൻ ചായ ഉണ്ടാക്കിയിരിക്കണതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് അവള് കുറെ പഞ്ചസാര കൊണ്ടിട്ടു. എന്നെ അങ്ങ് പിള്ളേരെ കുസൃതി. നമ്മള് അതൊക്കെ സാധാരണഗതിയിലാണ് ഈ ഓട്ടനെ തലക്കിട്ടൊന്ന് കൊടുക്കും. പക്ഷേ ഇന്ന് ഒരു ദിവസം ഫരിസേയനല്ല. ഒരു ദിവസം നമ്മൾ പ്രതീക്ഷിക്കാതെ ഇവർ പെട്ടെന്ന് വന്നിട്ട് നമ്മളെ അങ്ങ് കഷ്ടപ്പെടുത്തിയാണേ. അവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പിള്ളേരിൽ നിന്നാണ് നമ്മൾ അധികം പഠിക്കേണ്ടത്. അവര് നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ കുസൃതിയും കർത്താവ് കൊടുത്തിട്ടുണ്ടാവും. ഒരു ദിവസം അങ്ങനെ നിങ്ങളൊന്ന് നോക്കണം. ഓക്കെ. അപ്പൊ ഇവിടെ ഇതിന്റെ ബാഹ്യമായ കാര്യങ്ങൾ വിധിക്കരുത്, വിമർശിക്കരുത്, കുറ്റപ്പെടുത്തരുത്, എല്ലാം. ഞാൻ പറയാൻ വന്നത് ഈശോ ഇവിടെയാണ് ആ യേശയ്യായിലെ പ്രവചനം പൂർത്തിയാവുന്നത്. നമ്മൾ പറഞ്ഞില്ലേ പുതിയ നിയമത്തിൽ നിന്ന് പഴയയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ഈശോയെ കണ്ടു. ഈശോയെ കുറിച്ച് നമ്മൾ പടം കാണിച്ചേക്കണൊക്കെ കണ്ടില്ലേ? ഈശോയെ കുറിച്ച് യേശയ്യായോട് പടം വരച്ചിരിക്കുന്നത് എന്താ? യേശയ്യാ 42, 18, 19. യേശയ്യാ 42, 18, 19 പറയണത് എന്താ? എന്റെ ദാസനെ പോലെ അന്ധനായ ആരുണ്ട്? യേശയ്യാ 42, 18, 19. ബധിരരെ കേൾക്കുവിൻ, അന്ധരെ നോക്കിക്കാണുവിൻ, എന്റെ ദാസനെ പോലെ ആരുണ്ട്? അന്ധൻ കുരുടനായി ഞാൻ അയക്കുന്ന എന്റെ അഭിഷിക്തനെ പോലെ ബധിരനായ ആരുണ്ട്? അവൻ കണ്ടിട്ടും കാണുന്നില്ല. കണ്ടോ? ഒന്ന് പറഞ്ഞ എല്ലാവരും ഒന്ന് ശബ്ദമുയർത്തി. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അവൻ കണ്ടിട്ടും, ഉച്ചത്തിൽ പറഞ്ഞേ, അവൻ കേട്ടിട്ടും കേൾക്കുന്നില്ല. ഒന്നുകൂടി പറഞ്ഞേ, അവൻ കണ്ടിട്ടും. ഈ വചനം വേണമെങ്കിൽ ഒന്ന് വീട്ടിൽ എഴുതി വെച്ചാൽ നല്ലതാ. അവൻ കണ്ടിട്ടും
കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല. അപ്പോ കർത്താവ് ഈശോ മിശിഹായെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണത്. എന്റെ അഭിഷിക്തൻ, എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, എന്റെ ദാസൻ ഇങ്ങനെ ആയിരിക്കും, അവൻ കണ്ടിട്ടും കാണുന്നില്ല. എല്ലാവരുടെയും പാപം കാണുന്നുണ്ടവൻ, എന്നാ അവനത് പരിഗണിക്കുന്നില്ല. അതാണ് ദൈവം നമ്മുടെ തെറ്റുകൾ നമുക്കെതിരെ പരിഗണിക്കാതെ. കുർബാനയിൽ പറയുന്നുണ്ട്, കുർബാനയിൽ, ഓ ലോർഡ്, don't look at our sins but look at the faith of your church and grant us peace. സമാധാനം നൽകുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന. Oh Lord Jesus Christ, don't look at our sins but look at the faith of your church. ഷോക്ക് അടിക്കണമായി തോന്നുന്നുണ്ടോ? ശരിക്കും ഇതാണ് സുവിശേഷം. ഓക്കെ, അപ്പോൾ ഫരിസേയരുടെ നീതിയെ അതിശയിക്കുന്ന ഒരു നീതിയാണ് ദൈവനീതി. കംപ്ലീറ്റ് ഡിഫറൻറ്റ്. ഒരു പോലീസുകാരന്റെ മാതിരി കാണുന്നതിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച ഉടനെ ശിക്ഷിക്കുന്നതാണ് ഫരിസേയരുടെ നീതിയെങ്കിൽ, ദൈവനീതി തെറ്റ് ചെയ്യുന്നവനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവന്റെ തെറ്റിന് ദൈവം തന്നെ പരിഹാരം ചെയ്ത് അവനെ തോളിലേറ്റി വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് ദൈവനീതി. ഓക്കെ, ഇനി അതിനു മുമ്പുള്ള വചനം വായിക്കാം. 19-ാമത്തെ വചനം. ഈ ചെറിയവരിൽ ഒരുവൻ, അല്ലെങ്കിൽ എന്താണ് 5:19, അയ്യോ സോറി, ഇപ്പൊ നമ്മൾ എവിടെയാ? ഏശയ്യയിലാണോ മത്തായിലാണോ? ഏശയ്യ വിടൂ. മത്തായി 5:19. മത്തായി 5:19. ഈ പ്രമാണങ്ങൾ ശ്രദ്ധയോടെ ഇത് വായിക്കണം. ഇത് ബുദ്ധിമുട്ടാ മനസ്സിലാക്കാൻ. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായത് ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ. ഉണ്ടോ? ശ്രദ്ധിക്കണം. ഇപ്പൊ എന്താണ് അതിന്റെ ആദ്യ ഭാഗത്തിന്റെ അർത്ഥം? ഈ പ്രമാണങ്ങളിൽ ഒന്ന് ലംഘിച്ചാൽ. പ്രമാണത്തിന്റെ ലംഘനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പാപം. പ്രമാണത്തെ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാന്നല്ലേ. അതായത് ഈ പ്രമാണങ്ങളെ ലംഘിക്കുകയോ, അതായത് പാപം ചെയ്യുകയോ, പാപം ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നവൻ അവന് അങ്ങനെ സ്വർഗരാജ്യത്തിൽ കയറും. സ്വർഗരാജ്യത്തിൽ ചെറിയവൻ. ഉണ്ടോ? അവനെവിടെയപ്പോ? സ്വർഗരാജ്യത്തിൽ കയറിയോ? സ്വർഗരാജ്യത്തിൽ. ഇതാണ് അവിടുത്തെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള വാക്ക്. അവൻ സ്വർഗരാജ്യത്തിലാണ്. എങ്ങനെ അവൻ സ്വർഗരാജ്യത്തിൽ കയറി? എങ്ങനെ അവൻ സ്വർഗരാജ്യത്തിൽ കയറി? അവൻ യേശുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട്. അവൻ പാപിയാണ്, പാപം ചെയ്യുന്നു, പാപം ചെയ്യാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷെ അവൻ സ്വർഗരാജ്യത്തിൽ കയറി. പക്ഷെ സ്വർഗരാജ്യത്തിൽ അവൻ ചെറിയവൻ എന്ന് വിളിക്കപ്പെട്ടു. ഇപ്പൊ മനസ്സിലായോ? ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തു വസിക്കും. അപ്പൊ ചെറിയവരെല്ലാം വലിയവരോടൊപ്പം ആവുന്നത് എപ്പോഴാ? അത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെറിയവനും വലിയവനൊന്നുമില്ല. ഈ ജീവിതത്തിന്റെ അവസ്ഥയിൽ, ഈ പാപാവസ്ഥയിലായിരിക്കുകയാണെങ്കിലും അവൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ സ്വർഗരാജ്യത്തിലാണ്. ഒരു വിധത്തിലൊരു ആശ്വാസമുണ്ട്, മറുവിധത്തിൽ ഒരു ഏഷണി പോലെ തോന്നണമില്ലേ? ഇല്ലേ? അത്രയും വേണോ? അതാണ് സ്വർഗരാജ്യം. ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്. ഇനി വേറൊരാള് നിയമങ്ങളെല്ലാം പാലിക്കുന്നുണ്ട്, അത് പാലിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവനും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് അവൻ ദൈവരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും.
അപ്പൊ ആ ദൈവരാജ്യത്തിൽ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ എന്നർത്ഥം. അതാണ് ദൈവരാജ്യത്തിന്റെ ശിഷ്യന്മാരെന്ന് പറയുന്നത്. ഈശോയുടെ ശിഷ്യന്മാർ എന്ന് പറയുന്നതിന്റെ അർത്ഥം ദൈവരാജ്യത്തിന്റെ ശിഷ്യന്മാർ. അവർ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അവൻ ദൈവരാജ്യത്തിലാണ്. അവന്റെ പ്രവൃത്തി തിന്മയാണ്, എങ്കിലും അവൻ ദൈവരാജ്യത്തിലാണ്. കാരണം യേശു വന്നിരിക്കുന്നത് ആർക്ക് വേണ്ടിയാ? നീതിമാന്മാർക്ക് വേണ്ടിയാണോ പാപികൾക്ക് വേണ്ടിയാണോ? ആർക്ക് വേണ്ടിയാ? പാപികൾക്ക് വേണ്ടിയാണ്. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാർക്ക് വേണ്ടിയല്ല, പാപികൾക്ക് വേണ്ടിയാണ്. അപ്പൊ പാപികളെ അവരുടെ പാപവും ആ പാപത്തിന്റെ ശിക്ഷയും ആ പാപത്തിന്റെ ശാപവും, 3 കാര്യങ്ങൾ യേശു ഏറ്റെടുത്തുകൊണ്ട് അവരെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. അതാണ് ദൈവരാജ്യം, അതാണ് ദൈവനീതി, അതാണ് ദൈവനീതി. അപ്പൊ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ, അവനിൽ ഇനിയും പാപമുണ്ടെങ്കിലും അവൻ ദൈവരാജ്യത്തിലാണ്, ചെറിയവനാണ്. എന്നാൽ ഒരുവൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, യേശു അവന്റെ സകല പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും അവനിപ്പോ പാപമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അത് ദൈവരാജ്യത്തിന്റെ അടുത്ത സ്റ്റെപ്പ്. ദൈവരാജ്യത്തിൽ വലിയവൻ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കണ്ടോ കാത്തു വസിക്കുന്നു, മൃതരെല്ലാരും തൻ മഹിതോത്ഥാനത്തിൽ. ഇതെല്ലാം ഇതിന്റെ അർത്ഥം ഇതാണ്. ഓക്കെ, നമുക്കൊന്ന് സ്തുതിക്കാം. ഇപ്പോ ഇതില് ഒന്ന് സ്തുതിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഇതിൽ സംശയം ഒന്ന് ചോദിക്കണം. ഇത്രയും കേട്ടതിൽ എന്താ സംശയം? ഒന്ന് സ്തുതിക്കുക. ആദ്യം നന്ദി പറയും. കർത്താവേ നന്ദി, ഈ രഹസ്യങ്ങൾ അങ്ങ് വെളിപ്പെടുത്തി തന്നതിന് നന്ദി പറയുന്നു. ഓ യേശുവേ, ദൈവരാജ്യത്തിന്റെയും ദൈവനീതിയുടെയും രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തന്നതിന് നന്ദി പറയുന്നു. 1-2 കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇപ്പം ഈശോ ഇപ്പൊ മത്തായിയുടെ സുവിശേഷത്തിലും പല സ്ഥലത്തും എഴുതിയിട്ടുണ്ട്. ഇവിടെ 5-ാം അധ്യായത്തിന് തൊട്ട് മുമ്പ് 4-ാം അധ്യായത്തിൽ 23-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യം മുഴുവനും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും ഗലീലി മുഴുവനും ചുറ്റി നടന്നു. അപ്പൊ ഇവിടെ മനസ്സിലാക്കണം, സിനഗോഗിൽ സാധാരണഗതിയിൽ ആരാ പഠിപ്പിക്കണേ? സിനഗോഗ് എന്തിനുള്ളതാ? യഹൂദരുടെ തോറ പഠിപ്പിക്കുന്ന സ്ഥലമാണ് സിനഗോഗ്. യഹൂദരുടെ നിയമം, യഹൂദർക്ക് നിയമമല്ലേ പഠിപ്പിക്കാനുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോ കോളേജ് പോലെ. ലോ കോളേജിൽ എന്താ പഠിപ്പിക്കുന്നത്? നിയമവും ആ ഓരോ നിയമവും ലംഘിക്കുന്നതിനനുസരിച്ചുള്ള ശിക്ഷ. ഈ 5 വർഷം മുഴുവനും പഠിക്കണ ഇതാണ്. അപ്പൊ ഈ ലോ കോളേജിൽ പഠിച്ച ആള് ദൈവരാജ്യത്തിൽ നിയമം പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഒരു അഡ്വക്കേറ്റ് റിട്ടയർ ആവാറായപ്പോ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, വേഗം റിട്ടയർ ആവാൻ നല്ലത്. കാരണം നിങ്ങൾ ഇത്രയും നാള് പഠിച്ചതും പ്രാക്ടീസ് ചെയ്തതിനും നേരെ വിപരീതമാണ് നമ്മുടെ ലോ കോളേജ്, ഏത് ദൈവരാജ്യം. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്കതിപ്പോ ശരിക്കും മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ടത്. കാരണം നമ്മൾ നീതി എന്ന് പറഞ്ഞ് ഇത്രയും നാള് ഞാൻ ഈ കോടതിയിൽ പറഞ്ഞുകൊണ്ട് നടന്നതൊന്നും അല്ല വാസ്തവത്തിൽ ദൈവനീതി. അതല്ല ദൈവനീതി. ഓക്കെ, അപ്പം എന്താ പറഞ്ഞേ? സിനഗോഗിൽ പഠിപ്പിക്കുകയാണ്. അപ്പൊ സിനഗോഗിൽ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ഇപ്പൊ ഒരു റബ്ബായി വന്നിട്ട് പഠിപ്പിക്കുകയാണ് സിനഗോഗിൽ. പക്ഷെ യേശു ഒരു യഹൂദനും കൂടി ആയതിന്റെ പേരിൽ സിനഗോഗിൽ യേശുവിനും പഠിപ്പിക്കാനുള്ള ലൈസൻസ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഭയങ്കര രസം അത്. അതുകൊണ്ട് യേശുവിനെ സിനഗോഗിൽ നിന്ന് ആർക്കും പുറത്താക്കാൻ പറ്റൂല. യേശു നമ്മുടെ ഔസേപ്പും മേരിയും യഹൂദ കുടുംബത്തിലെ ആളാണ്. ഭയങ്കര ട്രിക്കാണ് ഇതെല്ലാം. അപ്പോ യേശു സിനഗോഗിൽ പോകാറുണ്ട്. സിനഗോഗിൽ അവൻ പഠിപ്പിച്ചു. ഇപ്പോ 5-ാം അധ്യായത്തിൽ പല സ്ഥലത്തും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിന്റെ വെളിച്ചത്തിലാണ് ഇത് പറയണത്.
അപ്പൊ ഒരു റബ്ബായി വന്നിട്ട് പഠിപ്പിക്കുകയാണ്, ഇന്ന ക്രമമാണ് സാബത്ത്. അപ്പോൾ ചില റബ്ബായിമാര് സാബത്തിന്റെ സ്പെഷ്യലിസ്റ്റാണ്, സാബത്തിൽ എന്തൊക്കെ ചെയ്യണം. ചില റബ്ബായിമാര് വേറെ ചില നിയമങ്ങളുടെ, അപ്പൊ ആ നിയമത്തിന്റെ പഴയ നിയമ കാര്യങ്ങളനുസരിച്ച് അവർ പഠിപ്പിക്കും. ഇങ്ങനെ നിയമാവർത്തന ഗ്രന്ഥത്തിൽ 15-ാം അധ്യായത്തിൽ സാബത്ത് ദിവസം ഒരുവൻ വിറക് പറക്കാൻ പോയി, അവനെ അവർ കണ്ടുപിടിച്ചു, അവനെ അവർ ശിക്ഷിച്ചു. എന്ത് ശിക്ഷിച്ചു? അവനെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊന്നു. മനസ്സിലായോ? അതുകൊണ്ട് അതുപോലെയുള്ള ശിക്ഷ നിങ്ങൾക്കും ബാധകമാണ്. അതുകൊണ്ട് സാബത്ത് ആചരിക്കാതിരിക്കുകയോ സാബത്തിൽ ഇതുപോലെ വിറക് പറക്കുകയോ കട്ടെടുക്കുകയോ ഇങ്ങനെയുള്ള ചെയ്യാൻ ഉടനെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ കടപ്പെട്ടതാണ്. ആ നിയമം കണിശമായി പാലിക്കണം. ഇത് കേൾക്കുന്നത് സുഖമാണോ? അപ്പൊ ഇങ്ങനെ റബ്ബായിയുടെ ഒരു ക്ലാസ് കഴിഞ്ഞു, അയാൾ പോയി. ഇത് കേട്ടിട്ട് ഹൃദയം നുറുങ്ങി ഇരിക്കുകയാണ് മനുഷ്യൻ അവിടെ. സാബത്ത് ദിവസം വിറക് പറക്കാൻ പോയ ഒരുത്തനെ അവർ കൊന്നു. എന്തുകൊണ്ട് കൊന്നു? കല്ലെറിഞ്ഞ് കൊന്നു. എന്തുകൊണ്ട്? സാബത്ത് ലംഘിച്ചു. ആ പാവം അരി ഭക്ഷണം കഴിക്കാൻ ഇല്ലാഞ്ഞോണ്ടായിരിക്കാം. എനിവേ, അങ്ങനെ ഈ റബ്ബായി പോയിട്ടോ. അപ്പോൾ ഉടനെ ഈശോ പതുക്കനെ സ്റ്റേജിലേക്ക് വന്നിട്ട് പറയാണ്, നിങ്ങൾ കേട്ടില്ലേ? ഇതല്ലേ 5-ാം അധ്യായത്തില് 7 പ്രാവശ്യം പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടില്ലേ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. ഉണ്ടോ? നിങ്ങൾ കേട്ടില്ലേ? 5:21 വായിച്ചേ. ആ, നിങ്ങൾ കേട്ടില്ലേ എന്ന് പറഞ്ഞിട്ടില്ലേ? ആ, നിങ്ങൾ കേട്ടില്ലേ, കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകുമെന്ന് പൂർവികരോട് പറയുന്നു. നിങ്ങൾ കേട്ടില്ലേ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. കണ്ടോ? കണ്ടോ? നേരെ ഡയറക്റ്റ് ഈശോ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ കേട്ടില്ലേ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. ഇങ്ങനെ ഈ ഫരിസേയരും നിയമജ്ഞരും പറഞ്ഞ ആ ടീച്ചിങ്സിനെല്ലാം ഈശോ ഗണ്ണിച്ച് തന്റെ പുതിയ ടീച്ചിങ് കൊടുക്കുകയാണ്. അതാണ് ഈശോ പറയുന്നത്, അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു. എന്ത് പഠിപ്പിച്ചു? രാജ്യത്തിന്റെ സുവിശേഷം. ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയില് വേറൊരു ദിവസം ഭയാനകമായ കാര്യങ്ങളാണ് അവിടെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഇവര് ആ ഭാരത്തിലിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ നിയമത്തിന്റെ ഭാരം. അത് നിയമം നടപ്പാക്കണമെങ്കിൽ ഇവർ അധ്വാനിക്കണം. ആ അധ്വാനിച്ചിട്ട് നടപ്പാക്കിയില്ലെങ്കിൽ അവരെ ശിക്ഷിക്കുന്ന ഭാരം. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഈശോ പറയുന്നത്, അധ്വാനിക്കുന്നവരും ഈ നിയമം നടപ്പാക്കാൻ ഉള്ള ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാം എന്റെ അടുക്കൽ വരുവിൻ. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നടപ്പാക്കാൻ പറ്റാത്തത് കൊണ്ട്, ഈ നിയമം നിങ്ങൾക്ക് നടപ്പാക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള ആ പാപഭാരം ഞാൻ ഏറ്റെടുക്കാനാണ് വന്നേക്കണേ. ഞാൻ നിങ്ങളുടെ പാപവും അതിൻ്റെ ശിക്ഷയും ഞാൻ ഏറ്റെടുക്കാം. എൻ്റെ പിന്നാലെ വരുവിൻ. ഇത് കേട്ടിട്ട് അവരങ്ങ് ആശ്ചര്യപ്പെടുകയും അവർ പരസ്പരം സംസാരിച്ചു കാണും, ഇതെന്താ നമ്മൾ ഈ കേൾക്കുന്നേ? ഇതൊരു പുതിയ വാർത്തയാണല്ലോ. അതെ, അതാണ് സുവിശേഷം, അതാണ് സദ്വാർത്ത. അപ്പൊ അവര് ചോദിച്ചു, നിങ്ങൾ അങ്ങനെ പറയരുത്, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ന് ഒരാൾ. അപ്പൊ ഈശോ പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടില്ലേ, യേശയ്യായുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിന്റെ പാപം കടും ചുവപ്പാണെങ്കിലും ഞാൻ അവയെല്ലാം തൂവെള്ള പോലെ ആക്കും എന്ന് കേട്ടിട്ടില്ലേ? അതിങ്ങനെയാണ്. കറക്റ്റായോ? പുതിയതും പഴയതും. അങ്ങനെയാണ് ആ വചനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശു
ആശ്വാസദായകനായിട്ട് വരുന്നത് എന്ത് കാര്യത്തിനെ കുറിച്ചാണ്? എന്താണ് യേശു വന്നതിന്റെ ഉദ്ദേശം? മനുഷ്യരുടെ പാപത്തിന്റെ ഭാരം ചുമക്കാനും ആ കൽപ്പനകൾ പാലിക്കുന്നതിനുള്ള അധ്വാനം ഇനി വേണ്ട. നിങ്ങൾ ഇത് എന്ത് ചെയ്താൽ മതി? എന്നിൽ വിശ്വസിച്ചാൽ മതി. വിശ്വസിക്കുന്നത് അധ്വാനമാണോ? അധ്വാനം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഫ്ലഷ് നേച്ചർ, അവന്റെ ശരീരം കൊണ്ടുള്ള ഒരു അധ്വാനം. അതിലൂടെ അല്ല ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്, മറിച്ച് വിശ്വാസത്തിലൂടെയാണ്. എന്റെ സ്നേഹമുള്ളവരെ, ഞാൻ തന്നെ ഒരു 20ഓളം വർഷം ഈ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്നുള്ള ഭാഗം എടുത്ത് എന്തോരം പറഞ്ഞിട്ടുള്ളതാണെന്നറിയാം. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറ്റും, നിങ്ങളുടെ ആ പ്രശ്നം, നിങ്ങൾ ഈ പ്രശ്നം, നിങ്ങൾ ഭയങ്കര അധ്വാനിക്കുന്നവരാണ്, അമ്മമാര് രാവിലെ മുതൽ ചട്ടിയും കലവും വെച്ചുകൊണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഈ 3 വർഷത്തിന് മുമ്പാണ് എനിക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റിയത്. ദൈവരാജ്യത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്, ദൈവനീതിയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ കല്ലുമട തിറക്കണ അല്ലെങ്കിൽ കഷ്ടപ്പാടിന്റെ അധ്വാനമല്ല അവിടെ പറയുന്നത്. മനുഷ്യന്റെ അവന് സാധിക്കാത്ത, അവന്റെ പാപത്തിൽ നിന്നും അവന് സ്വയം വിമോചനം ലഭിക്കാത്ത ആ ഭാരം, അത് ഞാൻ മാറ്റാം. നിങ്ങൾ എൻ്റെ അടുത്ത് വരിക, എൻ്റെ അടുത്ത് വരിക. അതായത് നിങ്ങൾ ഈ ഫരിസേയരും നിയമജ്ഞരെയും വിട്ടിട്ട് എൻ്റെ അടുത്ത് വരിക. അപ്പൊ ഇത് ഡയറക്റ്റ് കോൺട്രവേഴ്സിയായേ. അതുകൊണ്ടാണ് ഫരിസേയർക്കും ഇവരോട്, ഈശോയോട് ഭയങ്കര വിദ്വേഷം. ഫരിസേയര് കല്ലെറിയാൻ പോയത്. സിനഗോഗിൽ തന്നെ പറയാണ്, നിങ്ങൾ എൻ്റെ അടുത്ത് വരിക, ഞാൻ നിങ്ങളുടെ ആ പാപവും ഈ നിയമം അനുഷ്ഠിക്കുന്നതിന്റെ ഭാരവും ഞാൻ മാറ്റാനാണ് വന്നിരിക്കുന്നത്. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഇത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, എങ്കിലും പ്രാർത്ഥിക്കൂ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വെളിപാട് നൽകണമേ, വെളിപ്പെടുത്തൽ നൽകണമേ, ജ്ഞാനം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണം, Praise the Lord. ഇനി ചോദിക്കാം, എന്തെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം.